വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 99-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ മഹത്വം, നീതി, വിശുദ്ധത എന്നിവയെക്കുറിച്ചുള്ള ഒരു ആരാധനാ ഗീതമാണ്. ദൈവം രാജാവാണ്, അവൻ നീതിയോടും വിശുദ്ധിയോടും കൂടി ഭരിക്കുന്നു. പുരാതന കാലത്തെ വിശ്വസ്ത സേവകരായ മോശ, അഹറോൻ, ശാമുവേൽ എന്നിവരുടെ ഉദാഹരണങ്ങൾ മുഖേന ദൈവം തൻ്റെ ജനവുമായി ഇടപെടുന്നതും കാണാം. ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. സങ്കീർത്തനം 99-ാം അധ്യായം 9-ാം തിരുവചനം. 100-ാം സങ്കീർത്തനത്തിൽ ദൈവത്തെ സന്തോഷത്തോടെ ആരാധിക്കാൻ വിളിച്ചു പറയുന്ന ഒരു ഹൃദയസ്പർശിയായ സ്തുതിഗീതമാണ്. ദൈവം സൃഷ്ടിച്ചവനാണ്, അവൻ വിശ്വസ്തനാണ്, അവൻ്റെ ദയയും സത്യവും ശാശ്വതമാണ്. ആരാധനയുടെ ആത്മാവും ദൈവത്തിൻ്റെ സ്വഭാവവും ഈ ചെറിയ സങ്കീർത്തനത്തിൽ ശക്തമായി പ്രതിഫലിക്കുന്നു. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. സങ്കീർത്തനം 100-ാം അധ്യായം 5-ാം തിരുവചനം. 101-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു രാജകീയ പ്രതിജ്ഞയാണ്. ദൈവഭക്തിയോടും നീതിയോടും കൂടിയ ഒരു ജീവിതം നയിക്കാനുള്ള ദാവീദിൻ്റെ ആഗ്രഹവും തൻ്റെ ഭവനത്തിൽ അകൃത്യങ്ങൾക്കും കപടതയ്ക്കും സ്ഥാനം നൽകില്ലെന്ന ഉറച്ച നിലപാടുമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. നീചമായ ഒന്നിലും ഞാൻ കണ്ണുവയ്ക്കുകയില്ല, വഴിപിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു, അതിൻ്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല. സങ്കീർത്തനം 101-ാം അധ്യായം 3-ാം തിരുവചനം. സങ്കീർത്തനം 102 ഒരു ദുഃഖഭരിതന്റെ പ്രാർത്ഥനയാണ്. ദൈവത്തോടുള്ള ഹൃദയസ്പർശിയായ നിലവിളി. ദുഃഖവും ക്ഷയവും അനുഭവിക്കുന്ന ഒരാളുടെ ആത്മാവിൽ നിന്നുള്ള ആലാപനമാണിത്. ദൈവം തൻ്റെ ജനത്തിൻ്റെ മേൽ കരുണ കാണിക്കുകയും ജെറുസലേമിൻ്റെ പുനഃസ്ഥാപനം ഭാവിയിലെ മഹത്വവും പ്രത്യാശയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു. അഗതികളുടെ പ്രാർത്ഥന അവിടുന്ന് പരിഗണിക്കും, അവരുടെ യാചനകൾ നിരസിക്കുകയില്ല. സങ്കീർത്തനം 102-ാം അധ്യായം 17-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.